പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജ അമ്പലവിലാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ സുൽത്താൻ ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിലേക്ക് നമ്മൾ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് റോഡ് എന്നൊക്കെ പറയുന്ന ആ റോട്ടിൽ ഏകദേശം കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പം നമ്മൾ വെറും 500 മീറ്റർ ദൂരത്തിൽ, എൻ എച്ചിൽ നിന്ന് ജസ്റ്റ് 500 മീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്താൽ നമ്മൾ ഈ 1 ഏക്കർ സ്ഥലവും ഈ സൂപ്പർ വില്ലയിലേക്കും എത്തിച്ചേരും. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി, നല്ലൊരു വയനാടിൻ്റെ എല്ലാ വൈബും കിട്ടുന്ന സൂപ്പർ ഒരു ഏരിയ കേട്ടോ. നല്ല പ്രൈവസി, നല്ല കാഴ്ചകൾ, ചെറിയൊരു മഴ, നല്ല സൗന്ദര്യമുള്ളൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ വീട്. ഒരു നിലയിൽ പണിയെഴുപ്പിച്ചിട്ടുള്ളതാണ്. 4 ബെഡ്റൂമുണ്ട്. 2500 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. നമ്മൾ കണ്ടില്ലേ, ചാരുപടിയൊക്കെ വെച്ചിട്ട് ഒരു പഴയ 4 കെട്ട് സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പഴമയും പുതുമയും ഒരേപോലെ സമ്മിശ്രമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മുടെ ട്രഡീഷണൽ പ്ലാനും കണ്ടംപററി പ്ലാനും ഒക്കെ ചേർന്നുള്ള ഒരു സൂപ്പർ സംഭവം. എല്ലാം ഹെവി മെറ്റീരിയൽസാണ്. നമ്മൾ ഈ കാണുന്ന ആ ഒരു വാളിൽ ചെയ്തിരിക്കുന്ന ഫുൾ ഒറിജിനൽ തേക്ക് തടിയാണ്, തേക്ക് പാനലിംഗ് ആണ്. അപ്പം നല്ല വിശാലമായ സിറ്റ് ഔട്ട്, ചാരുപടി, എത്ര ആളിരുന്നാലും ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു വൈഡ് ഏരിയ. തൂണിൻ്റെ വർക്കുകളും കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ തരുന്ന, നല്ലൊരു തറവാടിൻ്റെ ഫീലൊക്കെ തരുന്ന നല്ലൊരു ഡിസൈൻ. നല്ല ഭംഗിയുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലൊക്കെ സൂപ്പറാണ്. നമുക്ക് കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ തേക്ക് പാനലിംഗ് വർക്കുകൾ, ആ വർക്കൊക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്കങ്ങനെ പ്രവേശിക്കാം. ഒരു കൊട്ടാരത്തിലേക്ക് കയറുന്നൊരു ഫീല്. ലിവിങ് ഹാളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലിവിങ് ഹാളിൻ്റെ സ്പേസൊക്കെ നോക്കുക. നല്ല നല്ല ഹൈറ്റ് ഉണ്ട്. റൂമുകൾക്കൊക്കെ ഇഷ്ടംപോലെ സ്പേസുകളുണ്ട്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെൻറ്റിലേഷനൊക്കെ ഇതുണ്ടല്ലേ, സെറ്റ് ഇട്ടിട്ട് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് TV കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിൻ്റെ അകത്തുള്ളത്. സിംഗിൾ സ്റ്റോറിയാണ്. TV സ്റ്റാൻഡുമായി ഏരിയത്തെ വർക്കുകളൊക്കെ നോക്കുക, നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2500 സ്ക്വയർ ഫീറ്റ് 1 ഏക്കർ സ്ഥലത്താണ് ഈ വീട് പണിയെഴുപ്പിച്ചിട്ടുള്ളത്. നമുക്കപ്പോൾ ആ വീടിൻ്റെ നമ്മളിപ്പോൾ സിറ്റ് ഔട്ട് ഏരിയ കഴിഞ്ഞ് ലിവിങ് ഹാളിലേക്ക് കയറി. ഇനി നമുക്ക് നേരെ കയറുന്നത് ഒരു 4 കെട്ട് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ആ ഒരു ഫീല്, നല്ലൊരു പഴയ തറവാട്ട് വീട്ടിലേക്ക് എത്തുന്ന ഫീലാണ്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് നടുമുറ്റവും അങ്ങനെയൊക്കെയുള്ളൊരു മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ അതിഗംഭീരമായിട്ടുണ്ട്. മുകളിൽ നിന്ന് നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഓരോ ഏരിയയിലും നല്ല ആ ഒരു വലിയൊരു ഹാള് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ആ ഡിസൈനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഇനി നമുക്ക് പോകാനുണ്ട്. ഡൈനിങ് ഏരിയ ആണ് കാണുന്നത്. ഡൈനിങ് ഏരിയ ഒക്കെ ഒരു അറ്റത്തേക്ക് ഒരു വിധ ബുദ്ധിമുട്ടുകളും മറ്റ് സ്പേസുകളൊന്നും ബാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രത്യേക കോർണർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ പോവാം. അവിടെയുള്ള ആ സെറ്റിയുടെ ആ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഭംഗി കണ്ടുകൊണ്ട് നമുക്കിനി ഓരോ ബെഡ്റൂം കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരു എക്സ്ട്രാ പുറത്തൊരു ബാത്റൂം സൗകര്യം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോമൺ ബാത്റൂം. ഇനി ഇതൊരു സാധാ ബെഡ്റൂം, എന്നാലും നല്ല വലിപ്പമുണ്ട് കേട്ടോ. ബെഡ്റൂമൊക്കെ നല്ല സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഇഷ്ടംപോലെ സ്പേസ് വരും. ഡബിൾ കോട്ട് ബെഡ് കഴിഞ്ഞിട്ടാലും നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ മൊത്തം 4 ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. 4 നല്ല നല്ല സൈസിലാണ് ബെഡ്റൂമുകൾ ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ചയും നോക്കാം. നമ്മൾ കണ്ടില്ലേ, അറ്റാച്ച്ഡാണ്, ബാത്റൂം അറ്റാച്ച്ഡാണ്. അതിൻ്റെ ആ സൈസ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ബെഡ്റൂമുകളിലൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളും കാണാം. നോക്കുക, നല്ല ഏരിയ ഉണ്ട്. എല്ലാത്തിനും വിശാലമായ ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മൊത്തത്തിൽ 4 ബെഡ്റൂം 2500 സ്ക്വയർ ഫീറ്റ് 1 ഏക്കർ സ്ഥലത്ത് പണിതിട്ടുള്ള ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് 1,60,00,000 രൂപയാണ്. കാരണം ഇവിടെ സ്ഥലത്തിന് സെൻറ്റിന് 1 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടും നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും
ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തേക്ക് പാനലിങ്, ഹെവി ഓരോ വർക്കുകളും ഓരോ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസാണ്. 1,60,00,000 രൂപ ചോദിക്കുന്നു. സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. കിച്ചൺ വർക്കുകൾ നോക്കുക, എല്ലാ വർക്കും കഴിഞ്ഞാണ്. വെള്ളത്തിന് ബോർവെല്ലാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട്, ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട്. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.